തിരുവോണഊട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ്റെ വഴിപാടായി നടത്തപ്പെടുന്നതാണ് തിരുവോണഊട്ട്. ആ ഭക്തൻ പ്രഭാതത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി അന്നേ ദിവസം മാത്രം, എല്ലാ മാസത്തിലും തിരുവോണത്തിൻ്റെ അന്ന് മാത്രം തങ്കയങ്കി ചാർത്തും. ആ തങ്കയങ്കി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തൻ്റേതായിട്ടുള്ള ആവശ്യം എന്താണോ അത് ഭഗവാനിൽ പറഞ്ഞ് ഉച്ചപൂജ സമയത്തെങ്കിൽ ആ ക്ഷേത്രത്തിൽ ആ പ്രാർത്ഥനയോടുകൂടി നിന്ന് പ്രസന്നപൂജ തൊഴുത് നമ്മുടെ മണ്ഡപത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് ആ നിവേദിച്ച ഹവിസിൻ്റെ അംശം ആ കുട്ടികൾക്ക് വിതരണം ചെയ്ത് ആ കുട്ടികളെ വാമനമൂർത്തി ആയിട്ടാണ് സങ്കല്പം. ഓരോ കുട്ടികളെയും വാമനമൂർത്തിയായിട്ട് സങ്കല്പിച്ച് അകത്തു നിന്നും നിവേദിച്ച നിവേദ്യപ്രസാദം പുറത്തു കൊണ്ടുവന്ന് ആ കൊച്ചുകുട്ടികൾക്ക് വിതരണം ചെയ്യുമ്പോൾ തന്നിലുണ്ടാകുന്ന ആ ആത്മനിർവൃതി, അതാണ് ആ സന്താനഗോപാലം പുഷ്പാഞ്ജലിയോടൊപ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അന്നം വിളമ്പുക എന്നുള്ളത്.